നീലക്കുറുക്കൻ എന്ന് പറഞ്ഞിട്ട് ഷാജി കൈലാസ് ഡയറക്ട് ചെയ്ത പടം. നീലക്കുറുക്കന് മുമ്പ് എനിക്ക് തോന്നുന്നത് ജോണി വാക്കറിലാണ് ഞങ്ങൾ പോയത്. ജോണി വാക്കറിന്റെ സെറ്റിൽ. അത് മറ്റേ ഊട്ടി അവിടെ എവിടെയല്ലേ? മൈസൂരോ? ബാംഗ്ലൂർ. ലാസ്റ്റ് സീനാണ് അവർ ഊട്ടിയിലെടുത്തത്. ഫസ്റ്റ് കംപ്ലീറ്റ് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 4 ബൈക്കും 12 പേരും ഞങ്ങൾ പോകണം ഈ ബൈക്കിന്. അപ്പോൾ ഒരു അന്ന് വെറുതെ അടിച്ചു പൊളിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടമുള്ള ഇങ്ങനെ ചാൻസ് കിട്ടിയപ്പോൾ വീട്ടിൽ പോലും മര്യാദ യാത്ര വയ്ക്കാണ്ടാണ് പോണത്. അങ്ങനെ 45 ദിവസം ബാംഗ്ലൂർ ഉണ്ടായി. അപ്പോൾ അതിൽ നല്ലൊരു ചാൻസ് കിട്ടിയെന്ന് വെച്ചാൽ. പക്ഷെ ഞങ്ങൾ വണ്ടി കൊണ്ടുപോയത് വണ്ടി അവർക്ക് അതിൽ ഓടിക്കുന്നില്ലേ ആ വണ്ടി ഞങ്ങളെ വണ്ടിയാണ്. ആ 4 വണ്ടി ഞങ്ങളല്ല. ഞങ്ങളന്ന് എല്ലാവരും തോമ്പടിയിലൊരു ഗ്യാങ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രേംകുമാർ ചേട്ടനല്ലേ, പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ അത്യാവശ്യം അറിയില്ലായിരുന്നു. പുള്ളിക്ക് ഞങ്ങൾ വണ്ടി പഠിപ്പിച്ചു കൊടുത്തതാണ് അവിടെ നിന്ന് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ആ ക്യാമ്പിൽ ചെന്നിട്ട് ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ ഞാനവിടെ പാട്ടുകാരനാണെന്ന് മനസ്സിലപ്പോൾ നമ്മൾ ഈ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ മാറിയൊരു സ്ഥലത്ത് ഇരിക്കുകയുള്ളൂ. അവിടെ പാട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്കിലെ ടൈമിൽ ഹക്കീം കേക്ക് ഉണ്ടല്ലോ, താടി അവരൊക്കെ വന്നിട്ട് ഞങ്ങളുടെ അടുത്തൊന്ന് കമ്പനി കൂടും എല്ലാവരും. പിന്നെ ഞങ്ങൾ ഭയങ്കര കാരണം ഒരു ഫാമിലി മാതിരി ആയി. പുള്ളിയാണ് പോയി പറഞ്ഞത് ജയരാജ് സാറാണ്, സാറേ ഇവരാണ് നമ്മളെ എറണാകുളം കൊച്ചിയിൽ നിന്ന് വന്ന ബാച്ചിലെ പാട്ടുകാരൻ എന്ന് പറഞ്ഞു. അപ്പോൾ ജയരാജ് സാർ എന്നെ വിളിച്ചിട്ട് ഞാനൊരു പാട്ട് പറഞ്ഞുതരാം, ചാടിക്കളിക്കട കൊച്ചുരാമ ചാഞ്ചാടി കളിക്കട കല്യാണരാമ. ഇത് നവാസ് ഒരു നാടൻ സ്റ്റൈലിൽ പാടണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഒരു ട്യൂണായിട്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല ഒന്നുകൂടി പാടിയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ചാടിക്കളിക്കട കൊച്ചുരാമ ചാഞ്ചാടിക്കളിക്കട കല്യാണരാമ. അപ്പോൾ കല്യാണരാമൻ ശങ്കരാടിയാണ്. പുള്ളി പ്രിൻസിപ്പളായിട്ട് വന്ന സമയത്ത് പുള്ളിനെ ബാൽക്കണിയിൽ നിന്ന് ഞങ്ങൾ കളിയാക്കുന്ന ഒരു സീനാണ്. അതാണ് ഷൂട്ട് ചെയ്തത്. ശങ്കരാടി താഴെ നിന്നിട്ട് ഇങ്ങനെ കൈ അടിക്കും. ഞങ്ങളുടെ മേളിൽ മെയിൻ ഞാനാണ്, പിന്നെ എൻ്റെ ഫ്രണ്ട്സും ബാക്കിൽ നിന്നിട്ട് ഇന്നൊരു ഷൂട്ട് അങ്ങനെ ചെയ്തു. പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ രഞ്ജിത്ത് സാറും ജയരാജ് സാറും എന്നെ വിളിച്ചിരുത്തി കിഷോറിൻ്റെ പാട്ടൊക്കെ പഠിപ്പിക്കും. മമ്മൂക്കാനായിട്ട് ഭയങ്കര ആദ്യമൊക്കെ ഞങ്ങൾക്കൊരു ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ മാറി നിൽക്കും. അപ്പോൾ മറ്റുള്ള ഒരു പയ്യൻ വന്നിട്ട് അവനോട് കുറച്ച് അവൻ്റെ ബിഹേവിയർ ഇത്ര ശരിയായില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ക്യാമറ എടുക്കാം, ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നമുക്ക് പെട്ടെന്ന് അവിടെ എന്തോ പറയണ അങ്ങനെ കേട്ടോ ദൂരം. അപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് വെച്ചാൽ അറിയാം ജയ സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാൾ ക്യാമറ ആയിട്ട് വരുള്ളൂ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്കൊന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. എടുക്കാം. ആരോട് ചോദിച്ചു? മമ്മൂക്കാനോട്. ആ കൊട്ടാരത്തിൽ വെച്ചൊരു ഷൂട്ട് ചെയ്യേണ്ട ബാക്കിയിരിക്കുമ്പോൾ. പിന്നെ അതുകൂടാതെ പുള്ളി മമ്മൂക്ക ഇതിൽ മറ്റേ ജുമാ സമയത്ത് നിസ്കരിക്കാൻ സമയത്ത് വെള്ളമൊക്കെ ഇട്ട് ജുബക്കിട്ടേ വരുള്ളൂ. അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആരിഫ് ഹാസൻ്റെ പെങ്ങളെ മോനാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അതെ ആരിഫ് ഹാസൻ എന്ന് പറഞ്ഞാൽ ഡയറക്ടറല്ലേ, ലാസ്റ്റ് സാമ്രാജ്യമൊക്കെ പിടിച്ചത് മൂർഖാൻ ബെൻസുവാസു. എൻ്റെ ഉമ്മയുടെ മൂത്താപ്പയുടെ മകനാണെന്ന് പറഞ്ഞു. ചേട്ടനനിമാരും മക്കളാണ്. പിന്നെ എന്നായിട്ട് കുറേ നേരം ഇപ്പോൾ അവർ ഫിലിമൊന്നും പിടിക്കണില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നേരം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ നല്ല ഇതായിരുന്നു. നമുക്കതിനായിട്ട് നല്ല എക്സ്പീരിയൻസ്. പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ ഒക്കെ ചോദിക്കും നമ്മൾ എറണാകുളത്തെ പിള്ളേരും ഇല്ലേ അവിടെ, അപ്പോൾ യങ്സ്റ്റർ ഞങ്ങളോട് ഉണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുറച്ച് 2-3 സീനൊക്കെ കിട്ടി. അങ്ങനെ നല്ല കമ്പനി. പിന്നെ അതിന് ശേഷം ജയരാജ് സാറിൻ്റെ വീട്ടിലൊക്കെ പോകുമായിരുന്നു ഞങ്ങൾ. പിന്നെ ഹൈവേയിലേക്ക് വേണ്ടി കുറേ പിള്ളേരൊക്കെ ഞങ്ങൾ അറിയാം. ഹൈവേ ഫിലിമിൽ എല്ലാം കൊച്ചിയിലെ ടീമുകളൊക്കെ അവിടെ നിന്ന് പോയിരിക്കണം. അങ്ങനെ കുറേയൊക്കെ ആ ഒരു ഫിലിം എക്സ്പീരിയൻസ് ഉണ്ട്. അത് പിന്നെ തലസ്ഥാനത്തിന് ശേഷം ഈ അബ്ബാസ് ഞങ്ങളെ കൊണ്ടുപോയി അബ്ബാസ് എന്നൊരാളായിരുന്നു. പുള്ളിനെ കുറിച്ച് ഇപ്പോൾ ഒരു അറിവില്ല. പിന്നെ നമ്മൾ സുനിൽ ഗുരുവായൂരായിട്ട് നല്ല കണക്ഷൻ. അപ്പോൾ പുള്ളി മരണപ്പെട്ടു പോയി തോന്നും. അപ്പോൾ തലസ്ഥാനത്തിന് എനിക്ക് നല്ല റോൾ കിട്ടി. അന്ന് ഞാൻ ഈ നോമ്പ് ഇതൊക്കെ ഞാൻ പോയില്ലെന്ന്. പിന്നെ കുറച്ചാൾ ഫിലിമിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റായി. അങ്ങനെ നീലക്കുറുക്കലിൽ തേവര സെക്കൻഡ് ഹാർട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ക്യാമ്പസ് പടം തന്നെ. അതിൽ 2-3 സീനൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പാട്ടിലോട്ട് അങ്ങോട്ട് തിരിഞ്ഞു.